കുറച്ചുകൂടെ നമുക്കൊന്ന് ടെൻഷൻ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു 3 പേരുണ്ട് ഇവിടെ. അവരെ ഞാനപ്പോൾ സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അർജുനേട്ടാ ഇങ്ങോട്ട് വരാവോ? ഇതാരാ വരുന്നേ? യുവത്വത്തിന്റെ രോജാവം അല്ലേ? രോമാഞ്ചം. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. സിനിമ കൊണ്ട് നമ്മുടെ മലയാളികൾക്ക് പോലൊരു അഭിമാനമായൊരു സുന്ദരി. ഓടിവാ മിസ്സിസ് അപർണ ദാസ്. നല്ല കൈയ്യടി. ഇനി നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അഭിമാനം എന്ന് തന്നെ പറയട്ടെ, നമ്മുടെ നിരഞ്ജൻ ചേട്ടൻ ഇവിടെ വിളിച്ചേട്ടാ. ഓടി വന്നേ. നമ്മുടെ ട്രിവാൻഡ്രത്തിലെ പയ്യനാ, ഒത്തിരി പവർ കൂടുതലാ. അപ്പോ ട്രിവാൻഡ്രം ഈ ഒരു ഫ്രെയിം ട്രിവാൻഡ്രത്തിൽ ചേട്ടന് എവിടെ നിൽക്കാം അല്ലേ? ട്രിവാൻഡ്രം അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ അലമ്പുന്നില്ല. നിങ്ങൾക്കറിയാം, രാവിലെ തൊട്ട് നിങ്ങൾ എന്നെ സഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ. ഇന്നലെ ഒരു സിനിമ ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ, പിന്നെ ഇവിടെ വീട്ടിൽ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇത്രയും ഹാൻസം ആയിട്ടുള്ള രോമാഞ്ചം പറയാൻ പഠിക്കുന്നത് അല്ലേ, അതൊന്ന് ചെയ്യോ? ഹലോ, നമസ്കാരം. ഇപ്പൊ ഞങ്ങൾ വന്നേക്കുന്ന മേജർ റീസൺ, ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ ആനന്ദ് ശ്രീബാല ഈ വരുന്ന മാസം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല, റിലീസാകുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയിക്കാനായിട്ടാണ് ഞങ്ങളോട് വന്നത്. പ്ലസ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഭാഗമാകാൻ പറ്റി വളരെ സന്തോഷം. കാരണം കുറച്ചുകൂടി പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്കധികം ടൈം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ ലാസ്റ്റായി ഇപ്പോൾ എത്തിയത്. പല പരിപാടികളൊക്കെ ആയിട്ട് സ്റ്റക്കായിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷം. കൂടുതൽ പറയാനായിട്ട് ഞാൻ മൈക്ക്. അതിൻ്റെ കൂടെ നമ്മുടെ പടി രഞ്ജൻ്റെ പടം ഇന്നലെ റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസ് തിയേറ്ററിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് പോയി ചെയ്യാൻ പറ്റി. കുറച്ചൊക്കെ പിടിപ്പിക്കുമല്ലോ, ലേശം കുറച്ച് ഇത് എന്നാലും കുറച്ച് ചിരിക്കാനൊക്കെ ആയിട്ടുള്ള പടമാണ്. അപ്പോൾ എല്ലാവരും എന്ന പടം തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യണം. കാണണം എല്ലാവരും, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ പടമാണ്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാം. കാരണം എല്ലാ പടവും തിയേറ്ററിൽ പോയി കാണേണ്ട പടങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തിയേറ്റർ ഫീല് കിട്ടുമല്ലോ. അപ്പോൾ മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ ഞങ്ങളെപ്പോലെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഒരു കൈ കൊടുക്കാവോ? നമസ്കാരം. എനിക്ക് ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള പിള്ളേരുടെ ഇടയിൽ ഇപ്പോൾ പാട്ടുകളെല്ലാം കേട്ട് ഞെട്ടിപ്പോയി. പിന്നെ ഈ നമ്മളെല്ലാം കട്ട വെയിറ്റിംഗിൽ ഇരിക്കുന്നൊരു പടമാണ് ആനന്ദ് ശ്രീബാല. അതിൻ്റെ തുടക്ക സമയം തൊട്ട് അറിയാം, ഭയങ്കര ഒരു സംഭവമാണ്. കൂടുതൽ പറയുന്നില്ല എന്നെ പറ്റി. അത് ആൾക്കാർ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഇനി അടുത്ത ഈ പ്രോജക്റ്റ് വേണ്ടിയിട്ടുള്ള ഒരു സിംഗറിനെ കണ്ടുപിടിക്കുന്നത്, ഈ പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. പിന്നെ അതിൻ്റെ ഇടയിലൂടെ എൻ്റെ ചെറിയ പ്രൊമോഷൻ ഓണത്തിനിടയിൽ ഒരു മുട്ട് വെച്ചതാണ്. പക്ഷേ ഗൂ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ ഇറങ്ങി. അപ്പം ഇന്നലെ ഇറങ്ങിയ നല്ല റെസ്പോൺസ് ഫാമിലി ഓഡിയൻസിൻ്റെ പിള്ളേരെ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് സഹായിക്കണം. താങ്ക് യു. നമ്മളെല്ലാവരും കൂടി ഒന്ന് നല്ല കൈയ്യടി കൊടുക്കണം. പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കും അതുപോലെ തന്നെ ഒരുപാട് സന്തോഷം വരാൻ കഴിഞ്ഞതിൽ. ഇവരൊക്കെ പറഞ്ഞു തന്നെയാണ്. പിന്നെ പാട്ട് പാടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കുശുമ്പ് തോന്നാറുള്ളത് ഗായികമാരോടാണ്. ആ ഒരു കഴിവ് അയലത്ത് കൂടെയെങ്കിലും പോയിരുന്നെങ്കിൽ ഞാൻ എല്ലാ സ്റ്റേജിലും പാട്ട് പാടി തന്നെ. അപ്പം ഇവിടെ ഉള്ളവരെല്ലാം അടിപൊളിയായി പാട്ട് പാടി. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇപ്പം അർജുൻ മജാല നമ്മുടെ പടം ആനന്ദ് ശ്രീബാല അടുത്ത് തന്നെ തിയേറ്ററിൽ വരും. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ് ചേട്ടൻ്റെ മാളികപ്പുറം എല്ലാവരും കണ്ട് അക്സെപ്റ്റ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിനുശേഷമുള്ള സ്ക്രിപ്റ്റാണ്. അപ്പം എല്ലാവരും മാളികപ്പുറം സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആനന്ദ് ശ്രീബാലയും തിയേറ്ററിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പേര് മറക്കണ്ട, ആനന്ദ് ശ്രീബാല. അത് രജിസ്റ്റർ ചെയ്ത് വെച്ചോ. ഇറങ്ങുമ്പം തീർച്ചയായും പോയി കാണണം.
അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പാടാൻ ഉള്ള ആരാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ പറയും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി നമ്മുടെ പിള്ളേർ അനൗൺസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, നമുക്ക് നമ്മുടെ